പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തൂൾ മേലാറ്റൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കട്ടുപ്പാറ പാലം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. നികുതി പണത്തിൽ നിന്നാണ് ഈ ഓട്ടോ തൊഴിലാളികളുണ്ടല്ലോ, നിങ്ങളും കൂടി കൊടുക്കുന്ന ടാക്സിന്റെ പൈസ കൊണ്ടാണ് ഈ 144 കോടി ഇവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ റോഡ് ഉണ്ടാക്കുന്നത് ഒരു 10 കൊല്ലെങ്കിലും നിൽക്കാവുന്ന റോഡാവണം. അത് ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. റീബിൽഡ് കേരള പദ്ധതി ഉൾപ്പെടുത്തി 4 വർഷം മുമ്പ് പ്രവൃത്തി ആരംഭിച്ച പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തൂൾ മേലാറ്റൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്നും റീടെൻഡർ വിളിച്ചും പുതിയ കമ്പനിയെ റോഡ് പണി പൂർത്തീകരിക്കുമെന്നും അനാസ്ഥ കാണിച്ച കരാർ കമ്പനിക്കെതിരെയും KSTP ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൂട്ടുപാത ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പാർക്കിംഗ് ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P സൗമ്യ അധ്യക്ഷയായിരുന്നു. മുൻ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ചന്ദ്രമോഹൻ, ജനറൽ കൺവീനർ ഷാജി കാട്ടുപാറ, ട്രഷറർ അസീസ് എർബാദ്, B ബാബുരാജ്, നാലകത്ത് ഷോക്കത്ത്, KP മൊയ്തീൻകുട്ടി, ഇസുണ്ണി, ഷിബു ചെറിയാൻ, ഹംസ പാലൂർ, അഷ്റഫ് കക്കാട്, ഷൈഷാദ് തെക്കേതിൽ, മുത്തു ചേലക്കാട്, വാർഡ് മെമ്പർമാരായ മുഹമ്മദ് കുട്ടി, മുഹമ്മദ് അലി, KT അഷ്കർ, ഹസീന കളരിക്കൽ, രവി കോഴിത്തൊടി എന്നിവ രാഷ്ട്രീയ തൊഴിലാളി വ്യാപാരി സംഘടനാ ക്ലബ് ഭാരവാഹികളും സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.